പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അഹിംസയുടെ സന്ദേശം ലോകത്തിനു പകർന്നു നൽകിയ മഹാത്മാവാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ 151 ജന്മവാർഷികം ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും പുത്രനായി അദ്ദേഹം ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. സ്കൂൾ പഠനകാലത്ത് ഒരു ശരാശരിക്കാരനായിരുന്നെങ്കിലും നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന പഴമൊഴി അർത്ഥവത്താക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ചിട്ടയാർന്ന പ്രവൃത്തികളിലൂടെ സ്വയം വളരുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം കർഷകരെയും പാവപ്പെട്ടവരെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന ഹരിജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മദ്യപാനത്തെ വെറുത്തിരുന്ന ഗാന്ധിജി എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിൽ നിന്നും ഇന്ത്യൻ ജനതയെ അദ്ദേഹം രക്ഷിച്ചു. ആയുധങ്ങളെക്കാൾ മൂർച്ച വാക്കുകൾ കൊണ്ടെന്നു തിരിച്ചറിഞ്ഞ അദ്ദേഹം സമാധാനത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയതോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമാറിയത്. അവിടുന്ന് നേരിടേണ്ടി വന്ന അധിക്ഷേപവും ആഫ്രിക്കയിലെ വർണ്ണവിവേചനവും ആ മനസ്സിനെ വല്ലാതെ നോവിച്ചു. ഇന്ത്യ വിടുക എന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടതിനൊപ്പം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഇന്ത്യൻ ജനതയോട് ആഹ്വാനം ചെയ്തു. സത്യം, ധർമ്മം, അഹിംസ എന്നിവയിലൂടെ വിജയപാതയിലെത്തിയ അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിച്ചിരുന്നു. നിസ്സഹകരണവും സത്യാഗ്രഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധമുറകൾ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. രവീന്ദ്രനാഥ ടാഗോർ സ്നേഹപൂർവം വിളിച്ച മഹാത്മാ എന്ന പദം ലോകം ഏറ്റെടുത്തു. ഗാന്ധിജിയോടുള്ള ബഹുമാനസൂചകമായി എല്ലാ വർഷവും ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആചരിച്ചു വരുന്നു. 1948 ജനുവരി 30 ബിർള ഹൗസിലെ പ്രാർത്ഥനായോഗത്തിനിടെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ തോക്കിൻമുനയിൽ ആ ഹൃദയസ്പന്ദനം നിലച്ചെങ്കിലും ഗാന്ധിജി എന്ന മഹാത്മാവ് ഉണർത്തിയ ആദർശങ്ങൾ ജനമനസ്സുകളിൽ ഇന്നും എന്നും കത്തിജ്വലിക്കട്ടെ. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം.